ഏറ്റവും പുതിയ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലൂടെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ വിദേശികളായ 6000 വിദഗ്ധ തൊഴിലാളികളെ കാനഡയുടെ ഇമിഗ്രേഷൻ വിഭാഗം ക്ഷണിച്ചു. ഫെബ്രുവരി 17 പ്രഖ്യാപിച്ച 396 നമ്പർ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലാണ് ഈ ഫലങ്ങൾ പുറത്തു വന്നത്. ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കുറഞ്ഞ റാങ്കുള്ള അപേക്ഷകന്റെ CRS സ്കോർ 508 ആയിരുന്നു. 2024 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് സ്കോർ രേഖപ്പെടുത്തി എന്നതാണ് ഈ നറുക്കെടുപ്പിന്റെ പ്രധാന പ്രത്യേകത. ഈ നറുക്കെടുപ്പ് നടന്നത് 2026 ഫെബ്രുവരി 17 ടൈ ബ്രേക്കിംഗ് തീയതി 2025 മാർച്ച് 16 നിശ്ചയിച്ചു. ഇതിനു മുമ്പ് നടന്ന 395 നമ്പർ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് വേണ്ടിയുള്ളതായിരുന്നു. 2026 ഫെബ്രുവരി 16 നടന്ന ഈ നറുക്കെടുപ്പിൽ 279 പേർക്ക് ക്ഷണം ലഭിച്ചിരുന്നു. ഇതിൽ ഏറ്റവും കുറഞ്ഞ CRS സ്കോർ 789 ആയിരുന്നു. 2026 ഫെബ്രുവരിയിൽ നടന്ന ഈ നറുക്കെടുപ്പിന്റെ ടൈ ബ്രേക്കിംഗ് തീയതി 2025 സെപ്റ്റംബർ 5 2026 ഇതിനു മുമ്പ് നടന്ന 2 CEC നറുക്കെടുപ്പുകൾ ജനുവരി 7 ജനുവരി 21 യഥാക്രമം 511 സ്കോറോടെ 8000 പേർക്കും 509 സ്കോറോടെ 6000 പേർക്കും അന്ന് ക്ഷണക്കത്തുകൾ ലഭിച്ചിരുന്നു. ഈ വർഷം നടക്കുന്ന 8ാമത്തെ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിൽ 508 ആണ് കുറഞ്ഞ CRS സ്കോറായി നിശ്ചയിച്ചിരിക്കുന്നത്. 2025 മാർച്ച് 16 മുൻപായി പ്രൊഫൈൽ സമർപ്പിച്ചവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന നറുക്കെടുപ്പിൽ യഥാക്രമം 511, 509 എന്നിങ്ങനെയായിരുന്നു കട്ട് ഓഫ് സ്കോറുകൾ. നിലവിൽ കാനഡയിൽ ജോലി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ് പുതിയ നയങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. 2026 ഇതുവരെ നടന്ന നറുക്കെടുപ്പുകളിലായി ആകെ 30,457 അപേക്ഷകളാണ് IRCC അയച്ചിട്ടുള്ളത്. ഇതിൽ 20,000 ഒഴിവുകളും കനേഡിയൻ എക്സ്പ്രസ് ക്ലാസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിനകത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഫ്രഞ്ച് ഭാഷ പ്രാവീണ്യമുള്ളവർക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കാനഡയുടെ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. എന്താണ് CEC അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് നോക്കാം. കാനഡയിൽ ജോലി പരിചയമുള്ള സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. കാനഡയിലെ തൊഴിൽ പരിചയവും ഭാഷാ നൈപുണ്യവുമാണ് ഇതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ. എന്തൊക്കെ യോഗ്യതകളാണ് അതിന് വേണ്ടതെന്ന് കൂടി നോക്കാം. അപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 3 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും കാനഡയിൽ ശമ്പളത്തോടു കൂടിയ ജോലി പരിചയം ഉണ്ടായിരിക്കണം. ഈ തൊഴിൽ പരിചയം കാനഡയിൽ താൽക്കാലിക താമസക്കാരനായി ജോലി ചെയ്യുമ്പോൾ നേടിയതായിരിക്കണം. പ്രതിഫലം ലഭിക്കാത്ത ജോലികളോ വോളണ്ടിയർ സേവനങ്ങളോ തൊഴിൽ പരിചയമായി കണക്കാക്കില്ല. കൃത്യമായ ശമ്പളമോ കമ്മീഷനോ ലഭിച്ചിരിക്കണം. ഔദ്യോഗിക അനുമതിയില്ലാതെ ജോലി ചെയ്താലോ കാനഡയ്ക്ക് പുറത്തുള്ള തൊഴിൽ പരിചയമോ ഈ പ്രോഗ്രാമിനെ പരിഗണിക്കില്ല. കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്പ്രസ് എൻട്രി വഴി 3 പ്രധാന പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. താല്പര്യമുള്ളവർ ഓൺലൈനായി ഒരു പ്രൊഫൈൽ സമർപ്പിക്കണം. യോഗ്യതയുള്ളവരെ ഒരു പൂളിൽ ഉൾപ്പെടുത്തി സ്കോർ നൽകും. എന്നാൽ പ്രൊഫൈൽ സമർപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കില്ല. ഉയർന്ന സ്കോർ ഉള്ളവരെ തെരഞ്ഞെടുക്കാൻ IRCC കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം ഉപയോഗിക്കും. സാധാരണയായി 2 ആഴ്ചയിലൊരിക്കൽ ഇത്തരത്തിൽ അപേക്ഷകരെ തിരഞ്ഞെടുക്കാറുണ്ട്.